കലയുടെ പൂരം രണ്ടാം രാത്രിയിൽ പൊടിപൊടിക്കുമ്പോൾ കോഴിക്കോടൻ കിസ്സകൾ പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി കോംബോയെ കണ്ടുമുട്ടുന്നു ഈ കലോത്സവ വേദിയിൽ വെച്ച്. ഗായകരായ ഒരു അച്ഛനും മകനും. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കേറെ ആഹ്ലാദമുണ്ട്. കാരണം ഞങ്ങൾ പഴയ സഹപ്രവർത്തകരായിരുന്നു. എൻ്റെ ജ്യേഷ്ഠ തുല്യനാണ് ശ്രീ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ മകൻ ദേവനന്ദനും ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ വേദിയിലുണ്ട്. ദേവനന്ദൻ ലളിതഗാനത്തിൽ പങ്കെടുത്തു അല്ലേ മോനെ? അതെ. അപ്പം ഞാൻ ചന്ദ്രേട്ടനിൽ തുടങ്ങിയാണ്. ചന്ദ്രേട്ടാ, അച്ഛനും മകനും രണ്ടുപേരും ഗായകരാണ്. ചന്ദ്രേട്ടനാണെങ്കിൽ ദീർഘകാലം എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലെ റേഡിയോകളിലൊക്കെ ജോലി ചെയ്തിരുന്നു. പിന്നീട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചന്ദ്രേട്ടനെ അറിയാം. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ ഒരു പാട്ടിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം ഈ ഫെസ്റ്റിവൽ അനുഭവങ്ങളെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പാട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഫെസ്റ്റിവൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് കുറച്ചും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുട്ടികൾ ഈ കേൾവി കുറഞ്ഞിട്ട് കാഴ്ചയുടെ ഒരു കാലമാണ്. അപ്പം ഈ യൂട്യൂബ് ചാനലിലൂടെ പണ്ടൊക്കെ നമ്മൾ പാട്ട് കേട്ടിരുന്നു, ഇപ്പോൾ ആ പാട്ട് കാണുന്ന കാലമാണ്. അപ്പോൾ അത്രയ്ക്കൊരു ശ്രദ്ധ പാട്ട് പാടുന്ന ആളുകൾക്ക് കാത് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കുറേ കാലങ്ങൾ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇവന് സ്റ്റേറ്റ് ഫെസ്റ്റിവലിൽ വന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേറ്റ് ഫെസ്റ്റിവലിൽ കാണാനായിട്ട് വരുന്നത്. പൊതുവിൽ കോമ്പറ്റീഷൻ കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പണ്ട് ഒത്തിരി, ഇപ്പോൾ 10 പേര് വന്നാൽ 10 പേരും ഒരുപോലെ പാടുന്നവരായിരുന്നു. അപ്പം അങ്ങനെ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ദേവനന്ദൻ എന്താണ് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച്, എങ്ങനെയായിരുന്നു ഒരു അനുഭവം? ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ സ്റ്റേറ്റ് ഫെസ്റ്റിവലിൽ ക്ലാസ്സിലാണ് 9ാം ക്ലാസ്സിലാണ് സ്റ്റേറ്റിൽ വന്നത്. 8 വരെ CBSE-യിലായിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ലളിതഗാന മത്സരം? കൊള്ളായിരുന്നു, ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ പാട്ടിൽ നിന്ന് തുടങ്ങുന്നോ മോൻ്റെ പാട്ടിൽ നിന്ന് തുടങ്ങുന്നോ? അച്ഛൻ്റെ പാട്ടിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. അപ്പോൾ ചന്ദ്രേട്ടന് മൈക്ക് കൈമാറുകയാണ്. ചന്ദ്രേട്ടൻ ഒരു 4 പേര്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അതെ, ചേട്ടൻ്റെ പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് അമൃത TV-യിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കുകളിലൊക്കെ മറ്റ് വാർത്താവതാരകർ, നമ്മുടെ സഹപ്രവർത്തകരായ പെൺകുട്ടികളൊക്കെ വന്ന് ചന്ദ്രനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് വീണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ദേവനന്ദൻ്റെ പാട്ടിലേക്കാണ് പോയത്. മോനെ, ഇത് പാട്ടാണ് പാടിയത്, അതൊന്ന് പാടാമോ? വിരിയും നീലാവിതൾ പോലെ നീലമിഴിയിൽ രാഗസ്വകാര്യം. വിരിയും നീലാവിതൾ പോലെ നീലമിഴിയിൽ രാഗസ്വകാര്യം. അനുപമ കാവ്യമായി തഴുകും ചിരിയിലും പ്രണയപരാഗത്തിൻ സ്വരജതികൾ മധുരിമകൾ വിരിയും നിലാവിതൾ പോലെ.
മനോഹരമായി പാടി മോനെ, ഗംഭീരമായി പാടി. അപ്പോൾ ദേവനന്ദൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മളിവിടെ പരിചയപ്പെട്ട ഒരു പ്രത്യേക കോംബോ, അതാണ് ഈ കോഴിക്കോടൻ കിസയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. പാട്ടുകാരായ അച്ഛനും മകനും, ചന്ദ്രേട്ടനും ദേവനന്ദനും, രണ്ടുപേർക്കും എല്ലാ സ്നേഹവും എല്ലാ നന്മകളും അറിയിക്കുന്നു. ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. താങ്ക് യു. അങ്ങനെ കോഴിക്കോടൻ കിസ്സയിൽ ഇനിയും ഒരുപാട് അതിഥികൾ വരാനുണ്ട്. അതുപോലെ ഒത്തിരി കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, കിസ്സകൾ പറയാനുണ്ട്, വിവിധ വേദികളിലേക്ക് നമ്മൾ പോകാനുണ്ട്. തുടരുകയാണ് കോഴിക്കോടൻ കിസ്സ.